ലഹരിയുടെ പേരിൽ കുരുതിക്കളമാവുകയാണ് കേരളം. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലും വൻ നഗരങ്ങളിലും മാത്രം കേട്ടിരുന്ന ലഹരി ഉപയോഗം ഇന്ന് ചെറു ഗ്രാമങ്ങളിൽ പോലും ഒഴുകുകയാണ്. ആദ്യം ഒരു കൗതുകത്തിനും പിന്നെ ഒരു ആനന്ദത്തിനും പിന്നെ ശീലത്തിലേക്കും പതിയെ അടിമപ്പെടുത്തുന്നതിലേക്കും മാറുന്നതാണ് ലഹരിയുടെ രീതി. ആദ്യമൊക്കെ ഉയർന്ന ജീവിത നിലവാരമുള്ള സമൂഹത്തിനോടൊപ്പം നിലനിൽക്കുന്നതിന് പോക്കറ്റ് മണി എന്ന രീതിയിൽ ലഹരി കാരിയറായി രംഗത്തേക്ക് കടന്നു വരുന്നവർ പിന്നീട് ഉപഭോക്താക്കളായും കച്ചവടക്കാരായും അടിമകളായും ഒക്കെ മാറുന്ന പൈശാചികമായ ലോകമാണ് ലഹരിയുടേത്. ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു മാസത്തിനിടെ നടന്ന കൊലപാതകങ്ങൾ എത്ര എണ്ണം. അധ്യാപികയെ ക്ലാസ് മുറിയിൽ കയറി മർദ്ദിച്ചത് മുതൽ അമ്മയെ കറുക്കത്തിക്ക് അരിഞ്ഞതും സ്കൂൾ ബസ്സിൽ കൊലക്കത്തി വീശിയത് മുതൽ കേരള മനസാക്ഷി തരിച്ചു പോകുന്ന ലഹരി പരമ്പരകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപികയെ ക്ലാസ് മുറിയിൽ കയറി മൃഗീയമായി തല്ലിയ ലഹരിക്ക് അടിമയായ വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി പോലീസുകാരനെ ഇടിവള കൊണ്ട് മൃഗീയമായി മർദ്ദിച്ച വിദ്യാർത്ഥി മുതൽ കോഴിക്കോട് ബെറ്റിന്റെ പേരിലെ കത്തിക്കുത്തും റാഗിങ്ങിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും. വടക്കുന്നാഥ ക്ഷേത്ര ഗ്രൗണ്ടിൽ വെച്ച് യുവാവിനെ കുത്തിക്കൊന്നത് കേവലം 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഇന്നിവിടെ ചെന്ന് അവസാനിച്ചു നിൽക്കുന്നത് വെഞ്ഞാറമൂട്ടിൽ 5 പേരെ മൃഗീയമായി കൊന്ന അഫാനിലേക്കും മദ്യലഹരിയിൽ പിടിച്ചു തള്ളി മരണപ്പെട്ട കായികാധ്യാപകനിലേക്കും വരെയാണ്. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ലഹരിയെ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തത്? എന്താണ് ലഹരിയുടെ കാരിയർമാരെ കണ്ടെത്തുമ്പോഴും അതിന്റെ ഉറവിടം നശിപ്പിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് രോഗത്തിന് മാത്രം ചികിത്സിക്കുന്നത്? രോഗത്തിന്റെ മൂല കാരണം എന്തുകൊണ്ട് കണ്ടെത്തപ്പെടുകയും പിഴുതെറിയപ്പെടുകയും ചെയ്യുന്നില്ല? ഇതിന്റെയൊക്കെ ഉത്തരം പൊതുജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഇതിന്റെ ഉത്തരങ്ങൾ വെറും മൗനമായിട്ടാണ് ശിക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കേരളത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിരവധി കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും സംസ്ഥാനത്ത് വർദ്ധിച്ചതോടെ അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഉയർന്നു വരുന്നു. ജനുവരി 2025 എറണാകുളത്ത് ഒരു യുവാവ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കൊലപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് പ്രകാരം മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമായത്. ഫെബ്രുവരി മാസത്തിൽ കോഴിക്കോട് ജില്ലയിൽ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട 2 വ്യത്യസ്ത കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരിടത്ത് മയക്കുമരുന്ന് ലഹരിയിലായിരുന്ന ഒരു യുവാവ് കുടുംബാംഗത്തെ ആക്രമിച്ച് കൊല്ലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു സംഭവത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടു. ലഹരി ഉപയോഗവും വ്യാപനവും സംസ്ഥാനത്ത് വർദ്ധിച്ചതോടെ അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഉയർന്നു വരുന്നു. പോലീസ് വിഭാഗം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഉപയോഗവും വ്യാപനവും നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികൾ ആവശ്യമാണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് യുവാക്കളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിർത്താൻ ശ്രമിക്കണം. കൂടാതെ വിതരണ ശൃംഖലകളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ പോലീസ് കൂടുതൽ ശ്രദ്ധ നൽകണം. മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും നിയന്ത്രിക്കാൻ സർക്കാർ, പോലീസ് സമൂഹം എന്നിവരുടെ ഏകോപിതമായ ശ്രമങ്ങൾ അനിവാര്യമാണ്. മാത്രമല്ല ലഹരി ഉപയോഗത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസവും കൗൺസിലിംഗും നൽകുന്നതിലൂടെ അവർക്ക് പുതിയ ജീവിതം ആരംഭിക്കാൻ സഹായിക്കണം. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും നിയന്ത്രിക്കാൻ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കണം. മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദുഷ്പ്രഭാവങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും യുവാക്കളെ സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യണം. വലിയ തോതിലുള്ള ശിക്ഷ ലഭിക്കാത്തതും ലഹരി ഉപയോഗിച്ചു എന്ന പേരിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതും ഒരു തലത്തിൽ ലഹരി ഉപയോഗിച്ചുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായമാവുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ 90% കേസുകൾ പരിശോധിച്ചാലും അതിന്റെ പിന്നിലുള്ള കാരണം ലഹരി തന്നെയാണ്. ലഹരിയുടെ മറവിൽ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെടുന്നതും വലിയൊരു വിഭാഗമുണ്ട്. 2021 ലഹരി കച്ചവടത്തിന് 17 പേർ പിടിയിലായ സ്ഥലത്ത് 2024 ആയപ്പോൾ 65 പേരാണ് പിടിയിലായത്. 2021 680 പേർ ചികിത്സ തേടിയിടത്ത് 2024 2880 പേർ ചികിത്സ തേടി. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം കേരളം എത്ര ഭീകരമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ ചെറുപ്പക്കാർ മുഴുവൻ ലഹരി ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരോ അതിന് അടിമപ്പെട്ടവരോ ആണ്. അതിന് തടയിട്ടില്ലെങ്കിൽ കേരളം ബോധമില്ലാത്തവരുടെ മണ്ണായി മാറും. പകൽ വെളിച്ചത്തിൽ പോലും സ്വബോധമില്ലാത്തവരെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വരും. പന്നിക്കൂട്ടത്തെയോ നരിക്കൂട്ടത്തെയോ വെടിവെച്ച് കൊല്ലുന്നത് പോലെ ലഹരിയിൽ മുങ്ങിയ ഒരു ജനക്കൂട്ടത്തെ വെടിവെച്ച് കൊല്ലുക എളുപ്പമല്ല. ലഹരിയുടെ വെള്ളം തളിച്ചാൽ ചെകുത്താന്മാർ വിളയുന്ന മനസ്സ് ഓരോരുത്തരിലും ഉണ്ടെന്നറിയുക. കരുതിയിരിക്കാൻ മാത്രമാണ് പറയാൻ കഴിയുന്നത്.